കൊച്ചി കണ്ണങ്ങോട്ട് പാലത്തിൽ നിന്ന് കായലിലേക്ക് യുവാവ് ചാടി. ഇടക്കൊച്ചി സ്വദേശി ശ്രീരാഗാണ് ചാടിയത്. ഈ സ്പോട്ടിൽ ശ്രീലക്ഷ്മി പിള്ളയുണ്ട്. ശ്രീലക്ഷ്മി, എങ്ങനെയാണ് തെരച്ചിൽ പുരോഗമിക്കുന്നത്? പറയൂ. SKN ഇപ്പോൾ വലിയ പ്രതിഷേധത്തിലാണ് നാട്ടുകാർ. കാരണം 2 മണിക്കൂറായി ശ്രീരാഗ് കായലിൽ ചാടിയിട്ട്. എന്നാൽ ഈ 2 മണിക്കൂറായിട്ട് ഫയർഫോഴ്സും പോലീസും എത്തിയിട്ട് തിരച്ചിൽ നടത്തുന്നില്ല എന്ന് കാണിച്ചുകൊണ്ട് ഇപ്പോൾ ആളുകൾ പ്രതിഷേധം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. സുഹൃത്തുക്കൾക്കൊപ്പം ശ്രീരാഗ് ഇവിടെ വരികയും തുടർന്ന് കായലിലേക്ക് ചാടുകയുമാണ് ചെയ്തത്. എന്നാൽ ഇതുവരെയും ശ്രീരാഗിന് വേണ്ടിയുള്ള തെരച്ചിൽ നടത്തിയിട്ടില്ല. അതിനാൽ തന്നെ ഇവിടെ ഇപ്പോൾ ആളുകളെല്ലാം തന്നെ പ്രതിഷേധം നടത്തുന്നു. പോളിടെക്നിക് വിദ്യാർത്ഥിയാണ് ശ്രീരാഗ്. കണ്ണങ്കാട്ട് പാലത്തിലേക്കാണ് ശ്രീരാഗ് ചാടിയിരുന്നത്. സുഹൃത്തുക്കളോട് ശ്രീരാഗ് പറയുകയുണ്ടായി, താൻ ഇനിയും ഒരു വർഷത്തിനുള്ളിൽ താൻ ജീവിച്ചിരിക്കുകയുള്ളൂ, അതിനു മുമ്പ് താൻ ആത്മഹത്യ ചെയ്യുമെന്ന് പറഞ്ഞു. എന്നാൽ ഇത് പേടിച്ചിട്ട് സുഹൃത്തുക്കളാണ് ശ്രീരാഗിനെ വീട്ടിലേക്ക് കൊണ്ടുപോകുന്ന സമയത്താണ് ശ്രീരാഗ് പാലത്തിലേക്ക് എത്തുന്ന സമയത്ത് പറഞ്ഞു തനിക്ക് കാല് മരവിക്കുന്നു, അതുകൊണ്ട് ഈ പാലത്തിൻ്റെ അവിടെ നിർത്താൻ പറയുന്നു. എന്നിട്ട് സുഹൃത്തുക്കൾ വണ്ടി നിർത്തിയതിനു ശേഷം ശ്രീരാഗ് പാലത്തിലേക്ക് ചാടുകയാണ് ചെയ്തത്. ഇപ്പോൾ ഫയർഫോഴ്സ് അപകടം നടന്ന സമയത്ത് തന്നെ ഫയർഫോഴ്സ് സ്ഥലത്തെത്തി. എന്നാൽ കായലിലേക്ക് തിരച്ചിൽ നടത്താനുള്ള സൗകര്യങ്ങളില്ല എന്ന് കാണിച്ചുകൊണ്ടാണ് ഇപ്പോൾ ഫയർഫോഴ്സ് തിരച്ചിൽ നടത്താതിരിക്കുന്നത്. നമുക്കിപ്പോൾ കാണാൻ സാധിക്കും, ഇവിടെ ധാരാളം ജനങ്ങൾ വന്നിട്ടുണ്ട്, ശ്രീരാഗിൻ്റെ കുടുംബം വന്നിട്ടുണ്ട്. എന്നാൽ ഇത്രയും പ്രതിഷേധം നടന്നിട്ടും ഫയർഫോഴ്സ് ഇപ്പോഴും തിരച്ചിൽ നടത്തുന്നില്ല. അപ്പോൾ തിരച്ചിൽ നടത്താത്തതിൻ്റെ കാരണം ഇവർ പറയുന്നത് ഇവർക്ക് വേണ്ട സൗകര്യങ്ങൾ, തിരച്ചിൽ നടത്താനുള്ള വേണ്ട ഉപകരണങ്ങൾ ഇവരുടെ കയ്യിലില്ല എന്നാണ് ഇപ്പോൾ ഫയർഫോഴ്സ് പറയുന്നത്. ഇതിനെ തുടർന്നാണ് ഇപ്പോൾ ഇവിടെ പ്രതിഷേധം നടക്കുന്നത്. എന്തുകൊണ്ടാണ് ശ്രീരാഗ് ആത്മഹത്യക്ക് ശ്രമിച്ചതെന്നുള്ള കാര്യം വ്യക്തമല്ല. ഈ 2 മണിക്കൂറുകളായി ഇപ്പോൾ ഇവിടെ ഇങ്ങനെ ആളുകൾ കൂട്ടം കൂടി നിൽക്കുന്നു. കുടുംബം വിവരങ്ങൾ ഫയർഫോഴ്സിനോട് ചോദിക്കുമ്പോഴും കാര്യങ്ങൾ വ്യക്തമായി പറയുന്നില്ല. SKN ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.